പി കെ ഗോപൻ CPM നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ പി കെ ഗോപൻ, തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. SIT അറസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നതനാണ്. ഈ ഘട്ടത്തിൽ അങ്ങയുടെ ഒരു പ്രതികരണം എന്താണ്? ഞാൻ ഈ ശബരിമല വിഷയം നമ്മുടെ കേരളത്തിൽ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഇത് ഏറ്റവും ആദ്യമായി പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു കേന്ദ്രം തന്ത്രിയുടെ കേന്ദ്രമാണ്. കാരണം ശബരിമല ശ്രീകോവിലിനകത്ത് നിന്നോ അവിടെ നിന്ന് പുറത്തേക്കോ അകത്തേക്കോ ഏതൊരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിലും ആത്യന്തികമായി അനുവാദം കൊടുക്കാൻ അവിടുത്തെ ആചാര നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്ത്രിക്ക് മാത്രമേ അധികാരമുള്ളൂ. ദേവസ്വം ബോർഡ് തീരുമാനിച്ചാലും ഗവൺമെന്റ് തീരുമാനിച്ചാലും ദേവസ്വം ബോർഡ് ഏതെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞ പ്രകാരം തീരുമാനിക്കാൻ പറ്റും. ഈ അനുജ്ഞ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ദേവത എന്താണോ അതിനെ സംബന്ധിക്കുന്ന ഒരു ആചാര നടപടിക്രമമാണ്. അത് പറയാൻ അധികാരം തന്ത്രിക്കാണ്. പക്ഷെ അവിടെയും ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അപ്പോൾ തന്ത്രി ഇതിനു മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ശബരിമലയിലെ സ്വർണത്തിന്റെയും മറ്റ് സ്ഥാപന ജമ്പന്ന വസ്തുക്കളുടെ എല്ലാം കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ്, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല എന്നാണ് ഈ ചോദ്യത്തിനോട് അദ്ദേഹം നവംബർ മാസം ഉത്തരം പറഞ്ഞത്. അതെ, അത് അദ്ദേഹം പറയുമ്പോൾ അത് അതിന്റെ ഒരു വേഗായ കാര്യം മാത്രമാണ്. കാരണം ഇതിനകത്ത് നിന്ന് ദേവസ്വം ബോർഡിന് ഇതിന് അനുമതി കൊടുക്കണമെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞ പ്രകാരം അനുമതി കൊടുക്കാൻ പറ്റും. അപ്പോ ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വളരെ വലുതായിരുന്നു. കാരണം തന്ത്രിക്ക് പുറത്തുപോയി പൂജിക്കേണ്ട യാതൊരു കാര്യങ്ങളും അവിടുത്തെ നടപടിക്രമം അനുസരിച്ചില്ല. അദ്ദേഹം മദ്രാസിലും ബാംഗ്ലൂരിലും ഒക്കെ പൂജയ്ക്കായിട്ട് പോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാജീവാഹനം എന്നുള്ളത്. ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് കൊടിമരത്തിന്റെ മുകളിലുള്ള ഈ വാജീവാഹനം എടുത്തു മാറ്റിയാൽ അവരുടെ ആചാര രീതി അനുസരിച്ച് അത് വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിക്കണമെന്നാണ്. ഒരു കാരണവശാലും അത് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല, റീയൂസ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ അഗാധമായ നദികളിൽ നിക്ഷേപിക്കണം, അതല്ലെങ്കിൽ ലോഹമാണെങ്കിൽ അത് ഉരുക്കിക്കളയണം, തടിയാണെങ്കിൽ അത് അഗ്നിക്കിരയാക്കണം. അങ്ങനെ കുറെ നടപടിക്രമങ്ങൾ ഈ ക്ഷേത്ര തന്ത്ര സമുച്ചയം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രസിദ്ധീകൃതമായ ഒരു ഗ്രന്ഥം വെച്ചിട്ടാണ് ഇതെല്ലാം പൊതുവെ അവർ കണക്കാക്കുന്നത്. അപ്പോ ആ വാജീവാഹനം സൂക്ഷിച്ചു വെച്ച ആളാണ് അദ്ദേഹം. എന്തിനാണ് സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ പുറത്തു കൊണ്ടുപോയി പൂജ നടത്താനാണ്. അപ്പോ ഇതിനിടയിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ അറസ്റ്റിലായ ശ്രീ പത്മകുമാർ ദേവന് തുല്യമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊരു വാചകം കേരളത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനാണ് പലരും പരിശ്രമിച്ചത്. ദേവനെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണെന്ന് വരെ വ്യാഖ്യാനിച്ചു. അങ്ങനെ ഒരു സമീപനം രാഷ്ട്രീയ രംഗത്ത് കോളുകളൊക്കെ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് തന്ത്രിയായിരിക്കണമെന്ന് ഒരുപാട് ചർച്ചകൾ നിങ്ങളുടെ ചാനലിലെ ചർച്ചയിലടക്കം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ തന്ത്രി അറസ്റ്റിലാകുന്നതോടുകൂടി സംഭവം ഗൗരവതരമായി മാറുകയും കൂടുതൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു സംഭവത്തിൽ തന്ത്രി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ SIT പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏറ്റവും ഉന്നതമായ കരങ്ങളിൽ അത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അങ്ങ് പറഞ്ഞു വരുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ അത് തന്ത്രി കണ്ഠര രാജീവൻ എന്നാണോ? അത് SIT വ്യക്തമാക്കേണ്ട കാര്യമാണ്. പക്ഷെ SIT ചാടി കയറി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മാധ്യമങ്ങളും പ്രതിപക്ഷവും മറ്റു പലരും നിരീക്ഷകരെന്ന് പറയുന്നവരൊക്കെ ഇന്നാരെ അറസ്റ്റ് ചെയ്യൂ, അവരെ അറസ്റ്റ് ചെയ്യൂ, ഇവരെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിറകിൽ തുള്ളാൻ നിൽക്കാതെ നല്ല അവധാനതയോടുകൂടി വ്യക്തമായി തെളിവുകൾ കണ്ടെത്തി. അതുകൊണ്ട് ഇത് ക്ലൈമാക്സിലേക്ക് പ്രവേശിക്കുകയാണ് ശബരിമല പ്രശ്നം. അത് ഞങ്ങളൊക്കെ പലതവണ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ വസ്തുവകകളും തിരിച്ചെത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ടാർഗറ്റാണ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി അടക്കം ചോദ്യം ചെയ്തു എന്ന വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നു. SIT ഒരുപക്ഷെ അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നുള്ള സൂചനകളും ഉണ്ട്. അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? അല്ല, അത് SITക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. മന്ത്രിമാരുടെ മൊഴിയെടുക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പലരുടെയും മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആയിട്ടുള്ള കണക്ഷനുള്ള ആരൊക്കെയുണ്ട് അവരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിന്റെ പല്ലവി നിലനിൽക്കെ അതിന്റെ അനുപല്ലവി മാറ്റി എഴുതി കേരളീയ സമൂഹത്തോട് മാപ്പ് പറയേണ്ട സമയമാണിപ്പോൾ. ആരാണ് പോറ്റിയെ കയറ്റിയെന്ന്, ആർക്കാണ് പോറ്റിക്ക് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കൊടുത്തതെന്നുള്ളതും ഒക്കെ വെളിവാക്കപ്പെടുന്നത് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി വെളിവാക്കപ്പെടും.
അങ്ങനെ ഒരു സംഭവം കൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ പ്രശ്നത്തെ സമീപിച്ചതും ശബരിമലയിൽ ഏത് വിധത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടും. അത് മന്ത്രിയായാലും തന്ത്രിയായാലും ദേവസ്വം ബോർഡ് ഭാരവാഹികളായാലും ഉദ്യോഗസ്ഥരായാലും ഒക്കെ അതിനകത്ത് ബാധകമായിട്ടുള്ള ആരുണ്ടോ ഒരു കൈവിലങ്ങും ഒരു കൂച്ചുവിലങ്ങും SITക്ക് ഇതിനകത്തില്ല. മാത്രമല്ല അത് ബഹുമാന്യ ഹൈക്കോടതി എത്ര ശക്തമായിട്ടാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകി. SITയിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. SITയുടെ അന്വേഷണത്തെ അങ്ങേയറ്റം മതിപ്പോടുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ഇതെല്ലാം ശുഭകരമായി പര്യവസാനിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റും.